നമസ്കാരം. പൊതുജനങ്ങൾക്കേറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യവകുപ്പിൽ അടിമുടി മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പുതിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മുൻപ് പല താലൂക്ക് ജനറൽ ആശുപത്രികളുടെയും മെഡിക്കൽ കോളേജുകളുടെയും ദയനീയ സ്ഥിതി വാർത്തയായിട്ടുണ്ടെങ്കിലും സമഗ്ര പരിഷ്കരണത്തിന് ആരും ധൈര്യം കാട്ടിയിരുന്നില്ല. പാവപ്പെട്ട മനുഷ്യരുടെ ഏക ആശ്രയ കേന്ദ്രമായ സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് കിടക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയും VM സുധീരനെ പോലെയുള്ളവർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ഫാർമ ആശുപത്രി മാഫിയകളിൽ നിന്നും നേരിട്ട തിരിച്ചടികളും മലയാളി കണ്ടതാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം വന്നത് ചൂഷണ സാധ്യതയേറിയ സ്വകാര്യ ആശുപത്രി മേഖലയിലാണ്. ഇതിനെല്ലാം മറികടക്കാൻ മുൻപൊരു മന്ത്രിക്കും ഇച്ഛാശക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ മന്ത്രിസ്ഥാനമേറ്റ് വെറും 10 ദിവസം തികയുന്നതിന് മുൻപ് കെ മുരളീധരൻ കൈക്കൊണ്ട നടപടികൾ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 15 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയാവുന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സുനിലിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു തന്നെ മന്ത്രിയുടെ ആദ്യത്തെ ശരിയായ ചുവടുവയ്പ്പായിരുന്നു. ഡോക്ടറുടെ പ്രായോഗിക ജ്ഞാനവും മന്ത്രിയുടെ രാഷ്ട്രീയ സീനിയോറിറ്റിയും ഇച്ഛാശക്തിയും ചേർന്ന് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കാലത്തേക്കാൾ മികച്ച രീതിയിൽ വലിയൊരു മാറ്റത്തിനാണ് തുടക്കമാകുന്നത്. ആരോഗ്യമേഖലയെ അടിമുടി മാറ്റിമറിക്കാൻ തൽക്കാലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെയാണ് ഒരു പരീക്ഷണശാലയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ വിജയിക്കുന്ന മോഡൽ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കും സർക്കാർ ആശുപത്രികളിലേക്കും വ്യാപിപ്പിക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ സമഗ്ര ശുചിത്വ ദിനമായി ആചരിച്ച് ആശുപത്രികൾ വൃത്തിയാക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ആശുപത്രികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയായ അഴുക്കും ദുർഗന്ധവും ഇല്ലാതാക്കുകയാണ് ആദ്യ ലക്ഷ്യം. ജോലി ചെയ്യാതെ യൂണിയൻ പ്രവർത്തനവുമായി നടന്ന ആശുപത്രി അന്തരീക്ഷം തകർക്കുന്ന ജീവനക്കാർക്കെതിരെ അതിശക്തമായ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം അവിടുത്തെ ദുരിത നിർണ്ണയ ക്യൂ സിസ്റ്റം പൊളിച്ചെഴുതി എന്നതാണ്. മുൻപ് OP ടിക്കറ്റിനായി പുലർച്ചെ 4 മണി മുതൽ മണിക്കൂറുകളോളം വരെ നിൽക്കേണ്ടി വരുന്ന ഗതികേടിനാണ് പരിഹാരമാകുന്നത്. ടോക്കണിനും ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങാനും ലാബിൽ പോകാനും വെവ്വേറെയായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ പുതിയ പരിഷ്കാരം വഴി ഈ ക്യൂ സിസ്റ്റം അഴിച്ചു പണിതെല്ലാം ഒരുമിച്ചാക്കി ഒരാൾക്ക് ഒരേ ക്യൂവിൽ നിന്ന് OP ടിക്കറ്റും ടോക്കണും വാങ്ങി ഡോക്ടറെ കാണാം. കൂടാതെ 80 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക പ്രയോറിറ്റി ക്യൂ സംവിധാനവും ഏർപ്പെടുത്തി. ഉന്നത നേതാക്കളുടെ ശുപാർശയിലോ യൂണിയൻ സ്വാധീനത്തിലോ ഒരു പണിയുമില്ലാതെ സുഖിച്ചിരുന്ന ജീവനക്കാരെയാണ് ഈ ക്യൂവിൽ രോഗികളെ സഹായിക്കാനായി പുനർവിന്യസിച്ചിരിക്കുന്നത്. മരുന്ന് നിൽക്കുന്നവർക്ക് കുടിവെള്ളവും ടോയ്ലറ്റ് സൗകര്യവും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇൻപേഷ്യന്റുകളുടെ കാര്യത്തിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുന്നത്. മുൻപ് OPയിലെ തിരക്കും രാഷ്ട്രീയ സമ്മർദ്ദവും കാരണം അഡ്മിറ്റായ രോഗികളുടെ പരിശോധനകൾ കൃത്യമായി നടക്കാതെ പോവുകയും അത് മരണങ്ങൾക്ക് വരെ കാരണമാവുകയും ചെയ്തിരുന്നു. ഡോക്ടർമാർ എഴുതുന്ന ടെസ്റ്റുകൾക്കായി രോഗിയുടെ ബന്ധുക്കൾ ക്യാമ്പസിന്റെ പല ഭാഗത്തുള്ള ലാബുകളിലേക്ക് ഓടേണ്ടിയും വന്നു. ഇതിന് പരിഹാരമായി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിവിധയിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ലാബുകളെല്ലാം ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. രാത്രി 8 മണിക്ക് ശേഷം ഡോക്ടർമാർ എഴുതുന്ന പരിശോധനകൾക്കായി രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഓടി നടക്കേണ്ടതില്ല. സാമ്പിളുകൾ ശേഖരിച്ച് ടെസ്റ്റ് നടത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ലാബ് ജീവനക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. 60,000 രൂപയോളം ശമ്പളം വാങ്ങി ദിവസം ഒരു ടെസ്റ്റ് പോലും നടത്താത്ത ലാബ് ടെക്നീഷ്യന്മാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഇൻപേഷ്യന്റുകളുടെ എല്ലാ പരിശോധനകളും പിറ്റേ ദിവസം തന്നെ പൂർത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത അതാത് ഡ്യൂട്ടി ഡോക്ടർക്കും ആശുപത്രി സൂപ്രണ്ടിനുമായിരിക്കും. ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ മുൻ സർക്കാർ കാണിച്ച ചില കള്ളത്തരങ്ങളും പുതിയ തീരുമാനത്തോടെ അവസാനിക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾക്ക് ദീർഘകാല പരിശോധനകൾ മതിയെങ്കിലും മുൻ സർക്കാർ ആശുപത്രികളിൽ ആളുകളുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി ഒരു മാസത്തെ മരുന്ന് മാത്രം നൽകി രോഗികളെ എല്ലാ മാസവും വരാൻ നിർബന്ധിതരാക്കിയിരുന്നു. കൂടാതെ രോഗി നേരിട്ട് വരണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. ഈ കടുംപിടുത്തങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇനി മുതൽ രോഗി വരേണ്ടതില്ല. ഉത്തരവാദിത്തമുള്ള ബന്ധുക്കൾ കുറിപ്പടിയുമായി ജോലി സമയത്തിന് ശേഷം വന്നാലും മരുന്ന് നൽകാൻ നിർദ്ദേശം നൽകി. അനാവശ്യമായി രോഗിയെ ബുദ്ധിമുട്ടിക്കുന്ന ഇതിലൂടെ ഒഴിവാക്കാനും സാധിക്കും. എന്തായാലും നിരവധി മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട് കെ മുരളീധരൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായതിന്.